ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു അടിപൊളി വൈറ്റ് സോസ് പാസ്ത ആയാലോ. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ അതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലേക്ക് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ ഞാൻ ഉപ്പും കുരുമുളകും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. പിന്നെ ചിക്കൻ ഒന്ന് റെഡിയായതിനു ശേഷം നമുക്ക് ആ ബട്ടറിലേക്ക് തന്നെ ക്യാരറ്റ്, ഒനിയൻ, ക്യാപ്സിക്കം ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസാണ്. അതിനുവേണ്ടി ബട്ടർ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് ഗാർലിക് മൂത്തതിന് ശേഷം 2 സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദേൻ്റെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് കുറച്ച് പാലയിലേക്ക് ചേർത്ത് കൊടുത്ത് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് ഒന്ന് റെഡിയായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, വെജീസ് ആൻഡ് ചിക്കൻ ചേർത്തെടുത്ത് മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ നേരത്തെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ അടിപൊളി വൈറ്റ് സോസ് പാസ്തയാവും. ടേസ്റ്റിന് വേണ്ടി ചീസ് ഉള്ളവർക്ക് കുറച്ച് ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിപൊളി പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.